എന്റെ അയൽക്കളിൽ ചെയ്തവരും അവർക്ക് ജീവിതത്തെ മരണത്തിലെന്ന് അവർ ജീവിതം വയ്ക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എഴുതിയിരിക്കുന്നു. കൊണ്ടുവച്ചാൽ ജീവന്റെ ഉറവിടമായ പിതാവ് പരമൃതയും ജീവന്റെ ഉറവിടമായി വിധികർത്താവാന്മാരുടെ അധികാരവും അവർ എന്തുകൊണ്ടെന്നാൽ ചില്ലറയുള്ളവർ അവർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ അന്നം ചെയ്തവർ ജീവൻ ഉയർത്തുന്നു, നിങ്ങൾ ചെയ്തവർ ജീവൻ ഉയർത്തുന്നതായി. എല്ലാവരും ഒരുപെടുന്നത് ഈ ആത്മാവോട് കട തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആത്മാവിനെ ഞാൻ സത്യവാൻ പരിശുദ്ധന്മാരെ ഈ ആത്മാവിന്റെ അല്ലാതെ അവിടെ കുർബാനകളെയും ശാസ്ത്രങ്ങളെയും ആശിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടലുകളെ നിങ്ങളുടെ പാപങ്ങളെ ചെയ്യട്ടെ. വളരെ ഞങ്ങളെ സഹായിക്കട്ടെ. പരിഹാരമായി പ്രവേശിക്കാം. ഞങ്ങൾ ഇതിന്റെ കാരണം മാത്രം ആത്മാവുമായി പ്രവേശിച്ച മരണത്തിൽ നീ പുനരും കാലം പകരും വാഴ്ചയിലും ഇപ്പോൾ ഇടണം. അല്ല അങ്ങനെ ഞാൻ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് വൈകുന്നേരത്തേക്ക് ഇടാം. വേണേ ലൈവ് എടുക്കുമ്പോൾ ഇത്ര ക്ലിയർ വരില്ല. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ എൻ്റെ പൊന്നു
ഇനി നമ്മുടെ 1500 വിശുദ്ധന്മാരുടെ ഇത് വെച്ചിട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അതാ ഞാൻ ലേറ്റായി. ഞാൻ കണ്ടല്ലോ, അച്ഛനെ കണ്ടായിരുന്നു. 1500 അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുകൾ സ്വർഗത്തിലേക്ക് വരെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല നടന്ന മഴയെ ചുറ്റി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മകളുടെ ദേശത്തെ കർത്താവയുടെ ജീവിതങ്ങളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മകളുടെ ദേശത്തെ കർത്താവയുടെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. 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 ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സഹായം കൂടുതൽ ആവശ്യമായ പ്പെട്ടവരാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മനിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മനിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മനിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ലോമാളിയുടെ നാമം പൂജിതമാകണമേ. ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുന്നു. നാരായണമായ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുഭവിക്കുന്ന ജാതികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളെ പാവമോചനത്തിനായി പരിചയനെ ആശീർവദിക്കണമേ. ഈ ജനപ്രാർത്ഥനയെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ങ്ങളുടെയും പരിപ്രസത്തിങ്ങളുടെയും നാഥനായ ദൈവമേ, തങ്ങളുടെ ബഹുമാനവും ഞങ്ങളുടെ പാവമോചനത്തിനായി സകലത്തിലിറങ്ങി ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ത്യങ്ങളിൽ ദൈവത്തെ മുക്തുകയും ഭൂമിയിൽ നൈസർഗ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും പഴയമാറ്റത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ ജീവിതം പുലപ്പെടുകയോ തുല്യമാകുന്നു. വയലെ പുഷ്പം പോലെ വീര്യത്തോ
സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായി. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോഹരരാക്കുകയും ദയാധികൃതാൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാമമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാങ്ങിടുവാൻ ദാസനു വരമിൽ നൽകണം. വിശ്വാസനാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുഷയിലെ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിഭാഗാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് വിശ്വാസമില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരണശേഷം വിസ്തരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അങ്ങോട്ടുകൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് നാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് നടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന വാലാക്കളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരുണ്യത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. വിശുദ്ധമായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ കർത്താവിന്റെ എതിരേറ്റിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാമെല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാഗ്ദാനങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ പ്രാർത്ഥനാവിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷയെ കേൾക്കണമേ. എന്റെ വചനം കേൾക്കുകയും
തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ എനിക്ക് വിലയാവുകയില്ല, മരണത്തിൽ നിന്നാണ് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവരെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങളത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടാൽ പലവഴിയുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്ദി ചെയ്തവർ ജീവൻ ഉയർത്തണം, ചിന്ത ചെയ്തവർ വിധിയുടെ ഉയർത്തലുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് ജീവിതനിത്യമായ നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറന്നത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർദ്ധിക്കുന്ന പ്രദേശവും കവളവും പ്രധാന ചെയ്ത മുഖ്യമായി വിജയത്തിന്റെ മുഖത്തിന്റെ പ്രതിയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാവങ്ങൾ മായിക്കുകയും ചെയ്യട്ടെ. നിന്റെ മകയുമാർ നിങ്ങളെ സഹായിക്കട്ടെ. ഇതിന്റെയും മരണത്തിന്റെയും താഴ്ന്ന് പിതാവുകളും ദർശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്യം ആകാശഗന്ധനീയം സുഖനാകുന്നു. നമ്മുടെ ജീവനകാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ഇതിന്റെയും മരണത്തിന്റെയും താഴ്ന്ന് പിതാവുകളും ദർശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്യം വരണം വരുമരുണ ജീവിതം കൽക്കങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ ചെങ്ങിമറി ഇളകും കടൽ പോലെ.
നിറയും പകയോടെ പരതമലട്ടുന്നു. മരണം വരുമരുന്ന പ്രസ്തുതമത്യാനി കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും വസ്ത്രങ്ങൾ ചെയ്യുകമേ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ യുദ്ധം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുഴുവനെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പുത്രർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലെ പ്രാർത്ഥനയോടെ കഴിഞ്ഞു. വിരാമയാത്ര എന്ന ദേവാലയത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുവിൻ. വിളവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഇവിടെ ഉള്ളവരൊന്നും അവിടെ നിന്ന് മാറിക്കൊടുക്കുക, അങ്ങോട്ട് മാറിക്ക് ചിന്തിക്കാനുള്ളവർ മാത്രം ബാക്കിയുള്ളവർക്ക് പോവുക. ഉത്തരവാദപ്പെട്ടവർ ഇവരെ ആംബുലൻസിലേക്ക് എത്തിയിരിക്കും. നിങ്ങൾ അവിടെ നിൽക്കുക.
ഉണ്ടാവില്ലല്ലോ.
ഇത് പിടിച്ചെത്തുമ്പോഴത്തേക്കും പള്ളിയിലൊക്കെ കഴിയുമോ? ഇല്ല, ആളെത്താണ്ട് തുടങ്ങിയല്ലേ അച്ഛൻ? ആ വലിയ നമ്മളാണ് സംസാരിക്കുന്നതും അനുഭവിക്കുന്നതും നമുക്കറിയാം. പക്ഷെ ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഇപ്പോഴാണ് ചിന്തിച്ചാൽ ഇക്കാലം അത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിച്ചു. ഇതപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനും കുടുംബം രൂപപ്പെടുത്തുവാനും മക്കളെ നല്ലതിരിപ്പിക്കുവാനും ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സാധ്യമായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് അവരോടും അമ്മയോടും അച്ഛനോടും അതിലൊക്കെ പറയാനുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രയാസവും വേദനയുണ്ട്. പക്ഷേ ഇത്രകാലം ജീവിക്കാനായിട്ട് നിങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പിതാവിനെ പ്രിയപ്പെട്ട ജീവിതങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് സാധ്യമാകും. എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ വലിയ വേദനയും പ്രയാസവും ഒക്കെ കടന്നു പോകും. നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ജീവിതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ നല്ല ഓർമ്മകൾ ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതാണ് തമ്പ്രാൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തവർക്കെല്ലാം തമ്പ്രാൻ നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളൊക്കെ കടന്നുപോയി അതിനുശേഷം നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ ഈ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും വർദ്ധിക്കുന്ന നല്ല ഓർമ്മകളായിരിക്കും. കാരണം ഈ അപ്പൻ നിങ്ങൾക്കായി കാണിച്ചു നല്ല മാതൃകയും ഈ അപ്പൻ നിങ്ങൾക്കായി ജീവിച്ചു കൊടുക്കുന്ന സന്തോഷവും നിങ്ങളെ വളർത്തുകയും വലുതാക്കുകയുമെല്ലാം നിങ്ങൾക്ക് നല്ല ഓർമ്മകളായും ആനന്ദമായും ദൈവം തിരികെ വരും എന്നുള്ള യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, മാനസികമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറവുകളുടെ പര്യായമാണ്. മാനവിക ലക്ഷണങ്ങളുടെ വ്യത്യാസമാണ്. നമ്മുടെ കുറവുകളുടെ പര്യായമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ മാനസികമായ മറ്റുള്ള കുറവുകളുടെയും കരുണാനിധിയായ ദൈവം കുരിശിൽ ചിന്തിയ തിരുരക്തത്തെ പ്രതി ഈ ക്ഷമിക്കുകയും കുറ്റങ്ങളും കുറവുകളും കാരുണ്യപൂർവ്വം അവൻ ക്ഷമിക്കുകയും തിരുത്താൻ കഴിയും സ്വീകരിക്കുകയും ചെയ്യും. നമ്മൾ എപ്പോഴും വിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർക്കശക്കാരനായ വിധികർത്താവിനെയാണ് നമ്മൾ കാണുക. അങ്ങനെയല്ല, തമ്പുരാൻ നമ്മളെ വിധിക്കുന്നുണ്ടെങ്കിൽ അളന്നു നോക്കുന്നുണ്ടെങ്കിൽ അത് കരുണയുടെ ത്രാസിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കരുണാമയനായ തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും മാനിക്കുവാനുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നിത്യ സൗഭാഗ്യം ഈ പ്രിയപ്പെട്ടവർ കൊടുക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ, നമ്മുടെ ഉപവാസം, ഇതെല്ലാം ഈ പ്രിയപ്പെട്ടവരെ തുടർന്ന് നമുക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് നല്ല വീടും ജീവിക്കാനുള്ള സ്വസ്ഥതയും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഈ പിതാവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, മരണശേഷം അതിൽ കൂടുതൽ സ്വർഗീയ നന്മകൾ തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വാങ്ങിത്തരും. വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും ഇന്ന് ഈ സംസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് നന്മകളും വാങ്ങിത്തരും. നമുക്ക് വിശ്വാസമാണ്, അങ്ങനെയാണ് താനും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് സമാശ്വസിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ നന്ദി പറയാനായിട്ട് സാധിക്കും. എനിക്ക് അവസാനമായി പറയാനുള്ളത്, മരിച്ചു പോവുകയല്ല ചെയ്തത്, മറിച്ച് സ്വർഗം സ്വന്തമാക്കുകയാണ് ചെയ്തത്.
പ്രിയപ്പെട്ടവരെ, ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അവരുടെ സംഭവിച്ച ആ സമയം മുതൽ ബന്ധുക്കളും മിത്രങ്ങളും അയൽക്കാരും സുഹൃത്തുക്കളുമായിട്ട് ഒത്തിരിയേറെ പേര് അന്വേഷിക്കുകയും കൂടെ നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തു. നിയമസർക്കാർ ശുശ്രൂഷിക്കുന്നവർ എത്രയോ ആളുകളാണ് വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയത്. അവരെല്ലാം നമുക്ക് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളോട് അറിയിക്കാനുള്ളത് നാളെ 6-യുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. 6-യുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരി ഓഫീസും തുടർന്ന് വീട്ടിൽ മോനിൻ്റെ ചടങ്ങുകൾ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നുണ്ട്. ബന്ധുപ്രാതികളും അയൽവക്കക്കാരും കുടുംബാംഗങ്ങളെല്ലാം ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. ചെന്നിട്ട് എല്ലാവരെയും വിളിച്ച് പറയാനൊന്നും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത്. അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും നാളത്തെ വിശുദ്ധ കുർബാനകളെ സംബന്ധിച്ച് വീട്ടിലെ ശുശ്രൂഷകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് 6 മണിക്ക് ദേവാലയത്തിലെ വിശുദ്ധ കുർബാനകളിൽ താല്പര്യമുള്ളവർക്ക് വിശുദ്ധ കുർബാനകൾ സംബന്ധിക്കാം. ആശ്വസിപ്പിക്കട്ടെ. ഈ അവനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ആത്മവാക്കി മാറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരകാലങ്ങൾ
പിതാവുകളുടെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കുവാൻ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരണം നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കുടുംബാംഗങ്ങള് അവസാനം വഴി കൊടുത്തി അങ്ങോട്ടേക്ക് പുറത്തു നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ഏറ്റവും അവസാനമായിരിക്കും ബാക്കിയുള്ളവർ രണ്ട് ലൈനായി വന്ന് കൂട്ടുന്നത് എന്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു അലംഭാകേ ആരാധിച്ചു
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോളിൽ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആണിമുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് വെറുതെ കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥരണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥരിൽ നിന്നിത് കേൾക്കും മനുഷ്യന് ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനം അർപ്പിച്ച കർത്താവേ,
ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ല കരുത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേയും ശോണിതവും ദിവ്യശരീരം അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു, ഗർവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ നിന്നടങ്ങി നമിക്കുന്നു, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സ്വർഗത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു തൻ പ്രിയസുതനെ നിയോഗിച്ച ദൈവം നിത്യസമാരാധ്യൻ. കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവരെ വാഴ്ത്തിയിടാം. പുനരുദ്ധാനം നൽകുന്നു ആരാധനയും കീർത്തനവും. നിന്റെ ശോഭയിൽ നിങ്ങൾ പ്രകാശം കാണുന്നു, വാരുളി ചൂട് വിരാസിക്കും സിദ്ധരെ നോക്കിയാസന്മാർ. പാവികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാണ്. മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യന് ശരണം കൈവന്നു.
നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ്റെ മാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ചുംബിക്കാനുള്ളത് ചുംബിച്ചോളൂ. കരുണയുടെ വലം ഭാഗേ
ആവശ്യമാണ് അതിലേക്ക് മാറ്റാവും. കൈമാറ്റാം. കാത്തല വളർത്തിക്കൊണ്ടു